പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നത്തിൽ തേജോമയമായ ഈശോയുടെ മുഖം കണ്ട് ഈശോയെ ആരാധിക്കാൻ നമുക്ക് ഈശോ അവസരം നൽകിയതിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം മുഴുവനും ഈശോയാ നമ്മെ നമ്മുടെ കുടുംബത്തേക്ക് കാത്തു പരിപാലിച്ചത്. ഈശോയുടെ നന്ദിയുള്ളവരാകാം. ഈശോയുടെ മുന്നിൽ നമുക്ക് വളരെ ഫ്രീ ആയി, ശാന്തമായി, സ്വസ്ഥമായി ഈശോയെ നോക്കിയിരിക്കാനൊക്കെ നമുക്കിന്ന് ഈ ആരാധനയുടെ സമയത്ത് സാധിക്കട്ടെ. മനസ്സിൽ ഒരു ടെൻഷനും വേണ്ട, ഒരു ഭയവും വേണ്ട, ഒരു നിരാശയും വേണ്ട. നിന്നെ ഇന്ന് ആരെങ്കിലും കുത്തിമുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ട് ഫ്രീ ആകുക. നീ ഇന്ന് ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ, അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക, ഫ്രീ ആവുക. നിന്റെ ജോലി ഭാരങ്ങൾ നിന്നെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് കൊടുക്കുക, നീ ഫ്രീ ആവുക. കടബാധ്യത മൂലമൊക്കെ നീ വല്ലാതെ ഞെരുങ്ങുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയെ ഒരു വഴി തുറന്നു തരാൻ പറ, ഈശോ വഴി തുറന്നു തരും. രോഗാവസ്ഥയിൽ നീ വല്ലാതെ ഞെരുങ്ങുന്നുണ്ടെങ്കിൽ ഈശോയോട് പറ, ഈശോയെ ഈ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരാൻ. ഈശോ നിന്നെ ആശ്വസിപ്പിക്കട്ടെ, ഈശോ നിന്റെ കരുത്താകട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഈശോയുടെ ചേർന്ന് നിൽക്കുന്ന ഒരാളും പരാജയപ്പെടുത്തില്ല. അതുകൊണ്ടല്ല മാർക്കോസ് 13:31 ആകാശം ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വചനങ്ങൾ പിൻചൊല്ലുന്ന ഒരു വ്യക്തിയും പരാജയപ്പെടുത്തില്ല. ഈ വചനത്തിൽ, ഈ ബൈബിളിൽ ഒരുപാട് എന്താ പറയുക, ഒരു വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്ന ആരും പരാജയപ്പെട്ടു പോകത്തില്ല. ഈ വചനം എന്താ, യെശയ്യാ 40:8 പറയുമല്ലോ, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. എല്ലാം മാറിപ്പോവും, എല്ലാം കടന്നു പോവും, പക്ഷെ കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുത്തില്ല. കർത്താവിനോട് നീ ചേർന്ന് നിൽക്കുവാണെങ്കിൽ നീയും പരാജയപ്പെടുത്തില്ല. ഈശോയെക്കുറിച്ച് എല്ലാവരും കരുതിയിരുന്നത് എങ്ങനെയാ? അതായത് ഈശോ കുരിശിൽ മരിച്ചു, തീർന്നു, അതോടെ അവസാനിച്ചു. ചാട്ടവാറടികൾ ഏറ്റു, തലയിൽ മുൾമുടി ധരിച്ചു, മനുഷ്യൻ്റെ വെറുപ്പും വൈരാഗ്യവും കാർക്കിച്ച തുപ്പലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഈശോ അനുഭവിച്ചു. അപ്പം എല്ലാവരും വിചാരിച്ചു ഈശോ കുരിശുമരണത്തോടെ എല്ലാം അവസാനിച്ചൊന്നില്ല. ഈശോയാകുന്ന വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, മരണത്തെ അവിടുന്ന് തോൽപ്പിച്ചു. ഇതുപോലെ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന എനിക്കും നിനക്കും തോൽവിയില്ല. നീ എഴുന്നേക്കും. മനുഷ്യന്റെ കണ്ണുകളിൽ നീ തകർന്നിരിക്കുവാണെങ്കിൽ ദൈവത്തിന്റെ കണ്ണുകളിൽ, ദൈവത്തിന്റെ ഹൃദയത്തിൽ നിനക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുങ്ങുന്നുണ്ട്. നീ എഴുന്നേക്കും, നീ ഉയരും, നീ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.